ടോക്സിക് റിലേഷൻഷിപ്പ് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്തൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ പാർട്ട്ണർ ടോക്സിക് ആണ് എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്ന ഒരു ശുദ്ധ പൊട്ടത്തരമുണ്ട് ബിക്കോസ് ഓഫ് ലവ് എന്നുള്ളത്. എന്നാൽ എന്താണ് ശരിക്കുള്ള ടോക്സിക് റിലേഷൻഷിപ്പ്? കുറച്ച് പോയിന്റ്സ് മാത്രം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് ഇട്ട് തരാം. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. അതിൽ ടോക്സിക് വണ്ണിൽ ആദ്യം ഓപ്പൺ ആയിട്ട് ഇടവും വലവും തിരിയാൻ സമ്മതിക്കാതെ ഇരിക്കുക, എന്ത് ചെയ്ത് കഴിഞ്ഞാലും സംശയം, എല്ലാത്തിനും ചോദ്യങ്ങൾ, കൺട്രോൾ ചെയ്ത് ഒരു കേജിൽ ഇട്ടേക്കാം. ബിക്കോസ് ഹി ഓർ ഷീ ലവ്സ് യു അല്ലേ. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ. അതൊരു ടൈപ്പ്. അപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു ഫോൺ വരുമ്പോൾ, അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് എപ്പോഴും ലവേഴ്സിനോട് മാത്രമല്ല സംസാരിക്കാൻ, നമുക്ക് പല ആൾക്കാരോട് നമുക്ക് സംസാരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൺട്രോൾ ചെയ്യുക. അതല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കംപ്ലീറ്റ്ലി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അനങ്ങാനും തിരിയാനും പറ്റാതെ, ശ്വാസം എടുക്കാൻ പോലും പറ്റാതെ എനിക്കിഷ്ടമുള്ളതുണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്, അത് നമുക്ക് ആദ്യം മനസ്സിലാവില്ല. നമുക്കത് ആദ്യം കെയർ ആയിട്ട് തോന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവാതെ കെയർ അല്ല കയറായിരുന്നു എന്നുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ ഈ പറഞ്ഞ മാതിരി അവോയ്ഡ് ചെയ്യുക. എന്തു പറഞ്ഞു കഴിഞ്ഞാലും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക, കളിയാക്കുക, അബ്യൂസ് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക. അതങ്ങനെയാന്നുള്ള വിലയില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. അത് ഒരുമിച്ചിരിക്കുമ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും എന്താണെങ്കിലും ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുക. എന്നിട്ടും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ റിയാക്ട് ചെയ്യാത്തത് ബിക്കോസ് ഷീ ഓർ ഹീ ലവ്സ് യു. അവൻ എന്തുവേണേ ചെയ്തോട്ടെ, അവൾ എന്തുവേണേ ചെയ്തോട്ടെ, എനിക്ക് ഐ ലവ് യു ദാറ്റ്സ് എ ടോക്സിക്. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചന്മാരെ, കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ സാധനം കയറി ടൈറ്റായിട്ട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ദ തേർഡ് തിങ് ഈസ് എല്ലാം നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. നിങ്ങളാണ് ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടാണെങ്കിലും, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫേം ആണെങ്കിലും, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പദവിയാണെങ്കിലും അതിനെ നിങ്ങളുടെ പാർട്ട്ണർ യൂസ് ചെയ്യുക. ഓഫ്കോഴ്സ് നിങ്ങളെ എല്ലാം ചെയ്യാനായിട്ട് സമ്മതിക്കും. നിങ്ങൾ വിചാരിക്കും അത് ഫ്രീഡം ആണ്, എൻ്റെ പാർട്ട്ണർ ചുച്ചു ബേബി ക്യൂട്ടി ബൈ ആണെന്നുള്ളത്. പക്ഷേ ഇപ്പുറത്ത് നടക്കുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുക. അപ്പോൾ സപ്പോർട്ടിങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ ഒന്നും ചെയ്യുന്നില്ല. അയാളുടെ കാര്യവും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അയാൾ ആകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഗോ ഹെഡ് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതെ, ഒരു രീതിയിലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാതെ, വായ്ത്താളം മാത്രം അടിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസയാണെങ്കിലും നിങ്ങളുടെ പദവിയാണെങ്കിലും അതുപയോഗിച്ച് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് ഷീസ് ഓർ ഹീ ഈസ് മൈ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ്, ഞാനാണ് ബിഹൈൻഡ് ദ സ്ക്രീൻ അല്ലെങ്കിൽ ഞാനാണ് ബാക്ക് ബോൺ എന്നുള്ള രീതിയിൽ നിങ്ങളെ യൂസ് ചെയ്യുക. അതും ടോക്സിക് റിലേഷനാണ്. അപ്പോൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യുന്നതും ഓവറായിട്ട് ഫ്രീഡം തരുന്നതും ഒന്നുമല്ല റിലേഷൻഷിപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്പേസും ക്യാരക്ടറും എല്ലാം ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുക, അത് മുന്നോട്ട് പോവുക. അതൊക്കെയാണ് ശരിക്കുമുള്ള റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറ്റി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ചോദിച്ചു കഴിയുമ്പോൾ അത് നിങ്ങൾ കേട്ടതിൻ്റെ കുഴപ്പമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ്, അത് നിങ്ങൾക്ക് ആലോചിച്ചൂടെ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വരാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് അയാളിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്താണെങ്കിൽ നിങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുക തന്നെ വേണം. അല്ലാതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും അയാൾ മനസ്സിലാക്കുന്നു വിചാരിക്കുമ്പോഴേക്കും നിങ്ങളെ നെഗറ്റിവിറ്റിയും ടോക്സിക് സംഭവങ്ങളൊക്കെ കാർന്ന് തിന്നിട്ടുണ്ടാവും.